ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോയിൽ ഓസ്ട്രേലിയക്ക് വരുമ്പോൾ നമ്മൾ ലഗേജസ് പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റും, പിന്നെ നമ്മുടെ ലഗേജ് ഡിക്ലറേഷൻ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഡിക്ലെയർ ചെയ്യേണ്ടത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റ് കിട്ടിയായിരുന്നു, ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തൊക്കെ കൊണ്ടുവരാം, ലഗേജസ് പാക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന്. പക്ഷേ കുറച്ച് ഡിലേ ആയിപ്പോയി, സോറി, ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോ എനിക്ക് പറയാനുള്ള കാര്യം, നമ്മുടെ ലഗേജിൻ്റെ വെയിറ്റ് എന്ന് പറയുമ്പോൾ അത് നമ്മുടെ ഓരോ ഫ്ലൈറ്റിനും നമ്മൾ ടിക്കറ്റ് എടുക്കുന്ന ഫ്ലൈറ്റിൻ്റെ അനുസരിച്ചിട്ടായിരിക്കും വെയിറ്റ് വരുന്നത്. ചില ഫ്ലൈറ്റുകൾക്ക് അത് 30 കിലോ വരെ അലൗഡ് ആയിരിക്കും, ചില ഫ്ലൈറ്റുകൾക്ക് അത് 40 കിലോ വരെ അലൗഡ് ആയിരിക്കും. അപ്പോൾ ഹാൻഡ് ക്യാരി ചിലപ്പോൾ 7 kg ആയിരിക്കും, അപ്പോൾ 30+7 വരാറുണ്ട്, ചിലതിൽ 40+7 വരാറുണ്ട്. അപ്പോൾ നമ്മൾ ലഗേജ് വെയിറ്റ് എത്രയാണോ ആ വെയിറ്റ് മെൻഷൻ ചെയ്തിട്ട് വേണം, അത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പാക്ക് ചെയ്യാനായിട്ട്. കറക്റ്റ് വെയിറ്റ് ഒത്തിരി കൂടാതെ അവർ അലോ ചെയ്തിട്ടുള്ള വെയിറ്റിനനുസരിച്ച് നമ്മളത് പാക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പിന്നെ അത് എന്തെങ്കിലുമൊക്കെ എടുത്തു മാറ്റേണ്ടയും കാര്യങ്ങളൊക്കെ എയർപോർട്ടിൽ വരുമ്പോൾ, ഫസ്റ്റ് ടൈമൊക്കെ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കറക്റ്റ് വെയിറ്റ് തന്നെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എയർപോർട്ടിൽ നമ്മുടെ പെട്ടികൾ റാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്കിപ്പോൾ ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഡിക്ലറേഷൻ, ഇപ്പോൾ ഫുഡ് ഐറ്റംസോ മസാല പൊടികളോ അങ്ങനെയൊക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കണം. ഡിക്ലറേഷൻ കൊടുക്കാൻ സമയത്ത് ചിലപ്പോൾ അത് നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും അവരത് ഓപ്പൺ ചെയ്യാൻ പറയും. നമ്മുടെ എന്താ പറയുക, കസ്റ്റംസ് ഓഫീസേഴ്സ് നമ്മുടെ ഏത് ഇതിലാണോ അതിരിക്കുന്നത് ആ പെട്ടി നമ്മളോട് ഓപ്പൺ ചെയ്ത് ജസ്റ്റ് അവർ കാണിക്കാൻ പറയും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പെട്ടി തുറക്കാൻ നേരത്ത് നമുക്കത് റാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതിലും നല്ലത് റാപ്പ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ TSA ലോക്ക് ഉള്ള പെട്ടികളാണ് അവർ അലോ വേണ്ടത്. TSA ലോക്കുള്ള പെട്ടികൾ വേണം. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഫുഡ് ഐറ്റംസ് ഡിക്ലെയർ ചെയ്യുന്ന സാധനങ്ങൾ, ഇപ്പോൾ മെഡിസിൻസ്, പിന്നെ നമ്മുടെ മസാലപ്പൊടികൾ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഒറ്റ പെട്ടിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ അവർ തുറന്ന് കാണിക്കാൻ പറഞ്ഞാലും നമുക്ക് ആ ഒരു ബോക്സ് മാത്രം, നമുക്ക് ആ ഒരു ട്രോളി ബാഗ് മാത്രം അത് തുറന്ന് കാണിച്ചാൽ മതി. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടി ഒറ്റ ട്രോളി ബാഗിൽ വെക്കാനായിട്ട്. പിന്നെ വേണ്ട സാധനങ്ങൾ ആണ് നമ്മുടെ ഡോക്യുമെൻറ്റ്സ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ചാണ്. ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മുടെ പാസ്പോർട്ട്, അതാരും മറക്കുന്ന കാര്യമല്ല, പാസ്പോർട്ട് മറക്കാതെ എടുത്ത് വെക്കുക. പിന്നെ നമ്മുടെ വിസ അവർ ചെക്ക് ചെയ്യും. ഹാർഡ് കോപ്പിയും സോഫ്റ്റ് കോപ്പിയും കൈ കരുതുന്നത് നല്ലതാണ്. വിസയുടെ എയർപോർട്ടിൽ ചിലപ്പോൾ അവർ ചോദിക്കും, എന്നോട് ചോദിച്ചായിരുന്നു, വിസ കാണിക്കേണ്ടി വരും. അപ്പോൾ വിസയുടെ കോപ്പി, പാസ്പോർട്ട് മറക്കാതെ എടുത്ത് വെക്കുക. അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ ഫോണിലാണെങ്കിലും കാണിച്ചാൽ മതിയായിരിക്കും, ടിക്കറ്റിൻ്റെ കോപ്പി ആവശ്യമില്ല, ഫോണിൽ കാണിച്ചാലും മതി. അങ്ങനെ അത് രണ്ടും വേണം. പിന്നെ നമുക്ക് വേണ്ട ഒരു ഡോക്യുമെൻ്റ് എന്ന് പറയേണ്ടത്, കൈ കരുതേണ്ട ഡോക്യുമെൻ്റ് എന്ന് പറയേണ്ടത്, നമ്മൾ കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് വരുന്നത്, ഫാമിലി ആയിട്ട് വരുന്നതെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഇമ്മ്യൂണൈസേഷൻ റെക്കോർഡ്സ് വേണം. പിന്നെ അവരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളെല്ലാം കരുതുക. ബർത്ത് സർട്ടിഫിക്കറ്റും ഇമ്മ്യൂണൈസേഷൻ സർട്ടിഫിക്കറ്റും വേണം. കാരണം ഇവിടെ അഡ്മിഷൻ്റെ സമയത്തൊക്കെ അത് ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളാണ്. പിന്നെ നമുക്ക് വേണ്ട സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ, നമുക്ക് നമ്മുടെ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ്, അല്ലെങ്കിൽ ഏത് രാജ്യത്താണെന്നാണോ വരുന്നത് അതത് ഡ്രൈവിംഗ് ലൈസൻസുകൾ കരുതുക. പിന്നെ നമ്മുടെ ഈ പാൻ കാർഡ്, അതായത് ഞാനിവിടെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങാൻ ചെന്ന സമയത്ത് അവരെന്നോട് ടാക്സിൻ്റെ, നമുക്ക് ഇവിടെ ടാക്സിൻ്റെ ഇത് കാണിക്കുന്ന TFN എന്ന് പറഞ്ഞൊരു ഇതാണ്, അത് നമ്മളിവിടെ വന്നിട്ട് അപ്ലൈ ചെയ്യണം. അത് കിട്ടാനായിട്ട് നമുക്ക് വരുന്ന ഉടനെ തന്നെ അതിൻ്റെ TFN നമ്പറൊന്നും കിട്ടത്തില്ല. മിനിമം ഒരു 10 ദിവസമെങ്കിലും എടുക്കും. മാക്സിമം 1 month ആണ് അവർ പറയുന്നത്, 28 days ആണ് പറയുന്നത്. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് നമുക്ക് നാട്ടിലെ നമ്മുടെ പാൻ കാർഡിൻ്റെ നമ്പർ അല്ലെങ്കിൽ പാൻ കാർഡ് കൊടുത്താൽ മതി. അപ്പോൾ അതിന് പാൻ കാർഡ് ആവശ്യം വരും. പിന്നെ നമ്മുടെ ചിൽഡ്രൻ ചെക്ക് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ നേരത്ത് അത് അവർ ചോദിക്കും. അത് ചെയ്യാനായിട്ട് 4 documents ആണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ബാങ്ക് അക്കൗണ്ട് തുടങ്ങി കഴിയുമ്പോഴുള്ള നമ്മുടെ ബാങ്കിലെ സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാം. പിന്നെ പാസ്പോർട്ട് കാണിക്കാൻ പറ്റും ഒരു ഡോക്യുമെൻ്റായിട്ട്, വിസ കാണിക്കാൻ പറ്റും,
ഫോർത്ത് ഡോക്യുമെൻറ്റ്സ് ആയിട്ട് നമ്മുടെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ കൊടുത്തപ്പോൾ അവർ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് അതിലൊരു ഡോക്യുമെൻ്റ് ആണ്. അപ്പോൾ അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് നമുക്ക് വെച്ചിട്ട് അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അക്കാദമിക് ട്രാൻസ്ക്രിപ്റ്റ് ഉള്ളവർ അത് കൊണ്ടുവരാനായിട്ട് കൈ കരുതാനായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അതുപോലെ തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം നിങ്ങൾ കരുതണം. അപ്പോൾ ഈ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞത് UK, അയർലൻഡിൽ നിന്ന് അങ്ങനെയുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാമെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ഡ്രൈവിംഗ് ലൈസൻസ്, പക്ഷേ ഇന്ത്യയിലെ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് നമുക്കിവിടെ വണ്ടി ഓടിക്കാൻ പറ്റും ഇത്ര കാലയളവിൽ. ന്യൂ സൗത്ത് വെയിൽസിൽ ഞാനത് കേട്ടിട്ടുള്ളത് 6 months എന്നാണ്. അത് ഓരോ സ്റ്റേറ്റിനനുസരിച്ച് ഡിപ്പെൻഡ് സ്റ്റേറ്റിനനുസരിച്ച് അത് ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുവരികയാണെങ്കിൽ നമുക്കത് വെച്ചിട്ട് ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതിവിടെ ന്യൂ സൗത്ത് വെയിൽസിൻ്റെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ചാൽ സർവീസ് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ അതിനുള്ള ആപ്ലിക്കേഷൻ കൊടുത്തു കഴിയുമ്പോൾ DKT എന്ന് പറഞ്ഞ ഡ്രൈവിംഗ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ട്. അത് നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ലൈസൻസ് എടുക്കാനുള്ള ഡ്രൈവിംഗ് ടെസ്റ്റിന് നമുക്ക് ഡേറ്റ് എടുക്കാൻ പറ്റും. അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് നിങ്ങളുടെ കയ്യിൽ കരുതണം. പിന്നെ അടുത്തത് വേണ്ട കാര്യമാണ് പൈസ, ഡോളർ. എത്ര ഡോളർ നാട്ടിൽ നിന്ന് കൊണ്ടുവരണമെന്ന് ചോദിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ അതിനെനിക്ക് പറയാനുള്ളത് ഇറ്റ്സ് ഡിപ്പെൻസ് ആണ്. അതായത് നമ്മൾ സിംഗിളായിട്ട് വരുന്നതും ഫാമിലി ആയിട്ട് വരുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫാമിലി ആയിട്ട് കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വരുന്നവർ അതിനനുസരിച്ച് പൈസ കയ്യിൽ കരുതണം. അതായത് അവർക്ക് വരുന്ന സമയത്ത് ചിലപ്പോൾ ഒരു വണ്ടി റെൻറ്റിന് എടുക്കേണ്ട വരും. അപ്പോൾ വണ്ടിയുടെ റെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ അത്യാവശ്യം ഇത്തിരി കോസ്റ്റ്ലി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് വീക്കിലി ഇത്ര രൂപ അല്ലെങ്കിൽ ഡെയിലി പൈസ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള പൈസ വണ്ടി എടുക്കണം എന്നുള്ളവർ അതിനനുസരിച്ച് പൈസ കൊണ്ടുവരണം. പിന്നെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടും സാധനങ്ങളൊക്കെ മേടിക്കേണ്ടി വരും, ചിലവുകൾ കാര്യങ്ങളൊക്കെ. പിന്നെ അക്കോമഡേഷൻ മിക്കവാറും ജോലിയായിട്ട് വരുന്ന എല്ലാവർക്കും തന്നെ അക്കോമഡേഷൻ ഹോസ്പിറ്റലുകാർ നമ്മുടെ എംപ്ലോയീസ് തരാറുണ്ട്. അപ്പോൾ ആ അക്കോമഡേഷനിൽ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര കാലയളവിലേക്കുള്ള റെൻറ്റിൻ്റെ കാര്യങ്ങളൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എക്സ്പെൻസ് നമ്മുടെ ഗ്രോസറീസ് വാങ്ങിക്കാനുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറച്ച് പൈസ, അത്യാവശ്യം വേണ്ട കുറച്ച് പൈസ, എനിക്ക് തോന്നുന്നു മാക്സിമം ഒരു $500 മതിയായിരിക്കും സിംഗിളായിട്ട് വരുന്ന ഒരാൾക്ക്. പിന്നെ ഇവിടെ ഫോർട്ട്നൈറ്റിലാണ് നമുക്ക് സാലറി കിട്ടുന്നത്. അപ്പോൾ ഒരു 2 weeks കഴിയുമ്പോഴേക്കും നമുക്ക് സാലറി വരും. സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഒത്തിരി പൈസ നമ്മുടെ കയ്യിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല. ഒരു $500 എങ്കിലും സിംഗിളായിട്ട് വരുന്ന ഒരാൾക്ക് മതി. ഫാമിലി ആയിട്ട് വരുന്നത് ഡിപ്പെൻസ് ആണ്. കാരണം ഞാനീ പറഞ്ഞതുപോലെ വണ്ടിയില്ലാതെ പറ്റത്തില്ലായിരിക്കും. അപ്പോൾ വണ്ടി റെൻറ്റിന് എടുക്കണം. പിന്നെ അങ്ങനെയുള്ള ഫാമിലി ആയിട്ട് വരുമ്പോൾ എക്സ്പെൻസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് പൈസ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇവിടെ വന്ന പൈസയ്ക്ക് എനിക്ക് ആവശ്യം വന്നത് ചിൽഡ്രൻ ചെക്ക് ചെയ്തായിരുന്നു ഞാൻ NSW സർവീസിൽ പോയിട്ട്. അതിനൊരു $110 എനിക്ക് ആവശ്യം വന്നു. ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനോ അങ്ങനെയൊന്നും പൈസയുടെ ആവശ്യം വന്നില്ല. പിന്നെ ഡ്രൈവിംഗ് നോളജ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ലൈസൻസ് എടുക്കാൻ വേണ്ടതിന് മുമ്പൊരു ടെസ്റ്റ് വരുന്നുണ്ട്. അതും അവർ പറഞ്ഞത് അവിടെ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ഓൺലൈനായിട്ട് DKT ചെയ്യാം. ചെയ്ത് കഴിഞ്ഞ് ലൈസൻസിന് ഡേറ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ രണ്ടിൻ്റെയും കൂടി പൈസ ഒരുമിച്ച് അടച്ചാൽ മതിയെന്നാണ് ഞാൻ അറിഞ്ഞത്. സോ അന്നേരം എനിക്ക് അതിന് പൈസ വന്നില്ല. $110 എനിക്ക്, $110 എനിക്ക് മറ്റേ ചിൽഡ്രൻ ചെക്കിന് വന്നു. പിന്നെ നമ്മുടെ കുറച്ച് സാധനങ്ങൾ മേടിക്കണം. ഇപ്പോൾ എനിക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷനാണ്. അതുകൊണ്ട് റെൻറ്റ് കാര്യങ്ങളൊന്നും ഒരു 3 മാസത്തെ അക്കോമഡേഷൻ്റെ ആ സമയം വരെ നമുക്ക് വേണ്ടി വരില്ല. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ച് നിങ്ങൾ പൈസ കൊണ്ടുവരാനായിട്ട് എത്ര ഡോളർ കൊണ്ടുവരാമെന്ന് ഉള്ളതിന് അപ് ടു $10,000 വരെ കൊണ്ടുവരാനാണ് അവർ നമ്മുടെ ഡിക്ലറേഷൻ ഫോമിൽ പറയുന്നത്. അപ് ടു $10,000 കൊണ്ടുവരാം. അല്ലെങ്കിൽ നമ്മൾ $10,000 കൊണ്ടുവരുമ്പോൾ അത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. കസ്റ്റംസ് ഓഫീസേഴ്സ് ചോദിക്കുമ്പോൾ നമ്മൾ അതിനുള്ള പ്രൂഫ് കൊടുത്തത് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. പിന്നെ കൊണ്ടുവരേണ്ടത് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ലാപ്ടോപ്പ് കൊണ്ടുവരാം. കാരണം നമ്മളിപ്പോൾ എന്താ പറയുക, ബാങ്ക് അക്കൗണ്ട് തുടങ്ങണമെങ്കിൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓൺലൈൻ വഴി നമുക്ക് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റും. പിന്നെ TFN, അതായത് ഇവിടുത്തെ ടാക്സിൻ്റെ TFN ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് നമ്മൾ ഓൺലൈൻ വഴിയാണ്. പിന്നെ ചിൽഡ്രൻ ചെക്കിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് വേണമെങ്കിൽ ഓൺലൈൻ വഴി ചെയ്തിട്ട് പിന്നെ ന്യൂ സൗത്ത് വെയിൽസ് സർവീസിൽ NSWൻ്റെ സർവീസിൽ പോയാൽ മതി. അങ്ങനെ പിന്നെ DKT ടെസ്റ്റ് നമുക്ക് ഓൺലൈൻ വഴി ചെയ്യാൻ പറ്റും. അതെല്ലാം ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഫോണിൽ അതൊരു കുറച്ച് 3 to 4 hours ഉള്ളൊരു എല്ലാം വീഡിയോസൊക്കെ കണ്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ഇത്തിരി കൂടി ഈസി ആയിരിക്കും ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ സർട്ടിഫിക്കറ്റ്സ്, നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമുക്ക് ലാപ്പിലൊക്കെ ആണെങ്കിൽ അതെല്ലാം ലാപ്പ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്താ പറയുക, ഒരു യൂണിവേഴ്സൽ അഡാപ്റ്റർ
ഇവിടെ നമ്മുടെ നാട്ടിലെ ചാർജർ കാര്യങ്ങളൊക്കെ ഇവിടുത്തെ സോക്കറ്റിൽ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഓസ്ട്രേലിയ നമുക്ക് ആമസോണിലൊക്കെ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. ന്യൂസിലാൻഡ് ഓസ്ട്രേലിയ അഡാപ്റ്റർ, യൂണിവേഴ്സൽ അഡാപ്റ്റർ എന്ന് പറഞ്ഞിട്ട്. ഞാനത് എന്താ പറയുക, കടയിൽ നിന്ന് വാങ്ങിച്ചൊരു കഴിഞ്ഞ ന്യൂസിലൻഡിൽ പോയ സമയത്ത് ഞാനത് ക്യാപ്പ് ചെയ്യാൻ പോയി. ഇപ്പോൾ ഷോപ്പിൽ നിന്ന് മേടിച്ചായിരുന്നു. പക്ഷെ അതിങ്ങനെ എന്താ പറയുക, നമുക്ക് അഡ്ജസ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ലോക്കൊക്കെ ഉള്ളൊരു ടൈപ്പായിരുന്നു കേട്ടോ. അത് അത്യാവശ്യം അതിന് തന്നെ ഒരു ഒരെണ്ണത്തിന് തന്നെ 500 സംതിങ് ആയിരുന്നു. പക്ഷേ ആ സംഭവം അത് പെട്ടെന്ന് കംപ്ലൈൻറ്റ് വന്നു. അത് വേറെ എൻ്റെ കൂടെ വന്ന കുട്ടികൾ അങ്ങനെ മേടിച്ചവർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാനത് ആമസോണിൽ നിന്ന് ഞാൻ ഈ പ്രാവശ്യം മേടിച്ചത്. എൻ്റെ കൂടെ വന്ന ഫ്രണ്ട്സ് വന്ന് ആമസോണിൽ നിന്ന് മേടിച്ച കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ആമസോണിൽ അതൊരു 3 വരുന്ന പാക്കറ്റിന് എന്തോ സംതിങ് 800+ 1000 ബിലോയേ വരുന്നുള്ളൂ. അത് 3 നമുക്ക് 3-4 കിട്ടും. അത് നല്ലതാണ്. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉപയോഗിക്കുന്നവർ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അതെല്ലാം എടുത്ത് വയ്ക്കുക. പിന്നെ സാധാ ഹെഡ്സെറ്റ്, ലാപ്ടോപ്പിൻ്റെ ചാർജർ, ഇതെല്ലാം അടുത്തായിട്ട് നിങ്ങൾ എടുത്ത് വയ്ക്കേണ്ട കാര്യങ്ങൾ. കൊണ്ടുവരേണ്ട സാധനമാണ് ഡ്രസ്സ്, ക്ലോത്ത് ഐറ്റംസ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് ഓൺ ക്ലൈമറ്റ് ആണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റിൻ്റെ സമയമാണ്. നല്ല തണുപ്പാണ് ഇവിടെ. അപ്പോൾ ഓരോ സ്ഥലത്തും അത് വ്യത്യാസം ഉണ്ടായിരിക്കും. ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നിങ്ങൾ വരുന്ന സമയത്തിനനുസരിച്ചുള്ള ഡ്രസ്സുകൾ കൂടുതൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ഇവിടെ വന്നിട്ട് തണുപ്പിൻ്റെ ക്ലോത്ത് നമ്മൾ ഇവിടെ വന്നിട്ട് മേടിക്കുന്നത് ഇത്തിരി കൂടി നല്ലതായിരിക്കും. അതെന്ന് വെച്ചാൽ ഇവിടുത്തെ തണുപ്പിനനുസരിച്ചുള്ള ക്ലോത്തുകളായിരിക്കും ഇവിടെ കിട്ടുന്നത്. നാട്ടിൽ അതേ പൈസയൊക്കെ ആവത്തുള്ളൂ. പക്ഷെ നമുക്ക് വരുന്ന ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ഇവിടുത്തെ തണുപ്പ് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം വേണ്ട കുറച്ച് സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരണം. ഒരു സ്വെറ്റ് ഷർട്ട്സ്, പിന്നെ എന്താ പറയുക സോക്സ്, അത്യാവശ്യം കട്ടിയുള്ള സോക്സുകൾ. ഞാൻ ജോക്കിയുടെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. നല്ല കട്ടിയുള്ള അത്യാവശ്യം നല്ല ചൂടുണ്ട് ആ സോക്സിന്. അത് കൊണ്ടുവരാം. പിന്നെ നമ്മുടെ കയ്യിലിടുന്ന ഗ്ലൗസ്, ക്യാപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ. പിന്നെ പഫർ ജാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി പൈസയുടെ ജാക്കറ്റൊന്നും നാട്ടിൽ നിന്ന് വാങ്ങിക്കേണ്ടതാണ് എൻ്റെ അഭിപ്രായം. കാരണം നമുക്ക് ഇനീഷ്യലി ഇവിടെ വരുമ്പോൾ യൂസ് ചെയ്യാനുള്ളൊരു ജാക്കറ്റ് കൊണ്ടുവരിക. അത് എല്ലാ കടകളിലും പറയും മൈനസിൻ്റെ ജാക്കറ്റ്സ് ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് 7,000-8,000 രൂപയ്ക്കൊക്കെ ജാക്കറ്റ് കിട്ടുന്നതുണ്ട്. മൈനസിൻ്റെ എന്ന് പറയുമ്പോൾ അത് നല്ല വെയിറ്റാണ് ആ ജാക്കറ്റിന്, ആ പഫർ ജാക്കറ്റ്സുകൾക്ക്. അത് അത്രയും വെയിറ്റിൻ്റെ ജാക്കറ്റൊന്നും മേടിക്കേണ്ട കാര്യമില്ല. ഇവിടെ നല്ല എന്താ പറയുക ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള അതേ പൈസയ്ക്ക്, അതിലും പൈസ കുറവേ കിട്ടും, നല്ല പഫർ ജാക്കറ്റുകൾ കിട്ടും, ഇവിടുത്തെ തണുപ്പിന് പറ്റിയ ജാക്കറ്റുകൾ. സോ നാട്ടിൽ നിന്ന് അത്യാവശ്യം നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ജാക്കറ്റ് കൊണ്ടുവരിക. എന്നിട്ട് ഇവിടെ കാഠ്മണ്ഡു അങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ ഉണ്ട്. അവിടെ നിന്ന് നല്ല ജാക്കറ്റ് നിങ്ങൾക്ക് അതേ പൈസയ്ക്ക് മേടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ ക്യാപ്പ്, അതായത് ചെവിക്കൊക്കെ ഭയങ്കരമായിട്ട് നമുക്ക് കാറ്റടിക്കും. അപ്പോൾ പെട്ടെന്ന് ഈ ചെവി അടയുന്നവരും ചെവിക്ക് ഇൻഫെക്ഷനൊക്കെ വരുന്നവരുണ്ടായിരിക്കും. അങ്ങനെയുള്ളവർ ക്യാപ്പ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം നല്ല കാറ്റാണ് ഇവിടുത്തെ ക്ലൈമറ്റ് അൺപ്രഡിക്റ്റബിൾ ആണ്. രാവിലെ നല്ല സണ്ണി ആയിരിക്കും, പെട്ടെന്ന് മഴ പെയ്യും, നല്ല കാറ്റ് വരും, വെയിലുണ്ടെങ്കിൽ ചിലപ്പോൾ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ക്യാപ്പ് വെക്കുക അങ്ങനെയുള്ളവർ. പിന്നെ നമുക്ക് പെട്ടെന്ന് നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് തണുപ്പായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തതിനാന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കൈക്കും കാലിനും ആയിരിക്കും തണുപ്പ് അനുഭവപ്പെടുന്നത്. അപ്പോൾ നല്ല സോക്സ് ഇടുക, ഗ്ലൗസ് ഇടുക. ഡ്യൂട്ടിക്കൊക്കെ നടന്നൊക്കെ പോകുമ്പോഴാണെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് പോകുമ്പോൾ നമുക്കൊരു സമാധാനമായിരിക്കും. നൈറ്റ് കിടക്കുമ്പോഴാണെങ്കിലും ഒക്കെ അതിട്ടുകൊണ്ട് കിടക്കുമ്പോൾ നമുക്കൊരു നല്ല സുഖമായിരിക്കും. പിന്നെ കൊണ്ടുവരേണ്ടതാണ് തെർമൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 3-4 ജോഡി കൊണ്ടുവന്നാലും നല്ലതായിരിക്കും. കാരണം ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഞാൻ ജോക്കിയുടെ ഷോറൂമിൽ നിന്നാണ് തെർമൽസ് വാങ്ങിച്ചത്. നല്ല തെർമൽസ് ആയിരുന്നു, അത്യാവശ്യം നല്ല ചൂടുണ്ട് അതിടുമ്പോൾ. അതിട്ടിട്ട് നമ്മൾ അതിൻ്റെ മുകളിൽ യൂണിഫോം ഇട്ടിട്ട് പോവുകയാണെങ്കിൽ നമുക്കൊരു ചെസ്റ്റിനൊക്കെ ഒത്തിരി തണുപ്പടിക്കാതെ, പെട്ടെന്ന് തണുപ്പടിക്കുമ്പോൾ ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ വരാനുള്ളതുണ്ടല്ലോ തണുപ്പ് ഒത്തിരി അടിച്ച് കഴിയുമ്പോൾ. അപ്പോൾ അത് നല്ലൊരു സുഖമാണ് അത് ഇട്ട് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് വീട്ടിലാണെങ്കിൽ അത് ഇട്ടിട്ട് നമ്മുടെ നോർമൽ ഡ്രസ്സ് ഇടുവാണെങ്കിൽ അതൊരു സുഖമായിരിക്കും. അപ്പോൾ എന്താ പറയുക തെർമൽസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. നല്ലൊരു അംബ്രല്ല ഉണ്ടെങ്കിൽ അംബ്രല്ല കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്യുന്നുണ്ട്. കാരണം ഞാനിവിടെ വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ട്. അപ്പോൾ നമുക്ക് എവിടെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഡ്യൂട്ടിക്കൊക്കെ നടന്നൊക്കെ പോകുമ്പോൾ മഴയുള്ള ദിവസങ്ങളിൽ അംബ്രല്ല ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ചെറിയൊരു റെയിൻ കോട്ട് വേണമെങ്കിൽ കൊണ്ടുവരാം. അംബ്രല്ല എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 3-fold അംബ്രല്ല. ഇവിടെ മഴ പെയ്യുമ്പോൾ അത്യാവശ്യം കഴിഞ്ഞ ദിവസമൊക്കെ നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം എനിക്ക് തോന്നുന്നു 3-foldനേക്കാൾ ഇത്തിരിയും കൂടി കട്ടിയുള്ളത് 2-fold ആയിരിക്കും. അപ്പോൾ അത് ഇവിടെ എല്ലാവരും യൂസ് ചെയ്യുന്ന കാലൻ കുട ടൈപ്പൊക്കെ ഉള്ള കുടയുണ്ടല്ലോ, അത് ഇത്തിരി ഇങ്ങനെ പെട്ടെന്ന് കാറ്റ് വന്നാലും നമുക്ക് പിടിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് 2-fold ആയിരിക്കും ഇത്തിരിയും കൂടി നല്ലതെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു അംബ്രല്ല എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൊണ്ടുവരേണ്ട സാധനമാണ്
എല്ലാവർക്കും അറിയാം. ഞാൻ എന്നാലും ജസ്റ്റ് എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ലിസ്റ്റ് പറയുന്ന കേട്ടോ. ഷൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് കാഷ്വലായിട്ട് ഇട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന, തണുപ്പത്താണെങ്കിലും ഷൂസ് ഇടുന്നതായിരിക്കും നല്ലത്. അത് 1-2 ജോഡി ഷൂസ്, ഒരു ജോഡി ഷൂ കൊണ്ടുവന്നാലും മതി. പിന്നെ ഇവിടെ നിന്ന് മേടിക്കാം, നാട്ടിലേക്ക് അതേ പ്രൈസിൽ ഇവിടെ നല്ല ഷൂകൾ കിട്ടും. അപ്പോൾ ഷൂസ് കൊണ്ടുവരിക. പിന്നെ കാഷ്വലായിട്ട് ഇടാനുള്ള, ഇപ്പോൾ സമ്മറൊക്കെ ആയി കഴിയുമ്പോൾ നമുക്ക് പള്ളിയിലൊക്കെ പോകുമ്പോഴൊക്കെ ആയിട്ടും കാഷ്വലൊക്കെ ആയിട്ട് ഇടാൻ പറ്റിയ ചെരുപ്പുകൾ കൊണ്ടുവരിക. പിന്നെ ഞാൻ വീട്ടിലിടാനായിട്ടും വീടിൻ്റെ അകത്തിടാനൊക്കെ ഒരു ചപ്പൽ, പുറത്തിടാനായിട്ടും ചപ്പൽ കൊണ്ടുവന്നായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് വരുമ്പോൾ ചില സ്ഥലങ്ങളിലൊന്നും അങ്ങനെ ഒത്തിരി ഉൾപ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ കടകളോ കാര്യങ്ങളോ ഒന്നും ഒത്തിരി ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഒന്നും മേടിക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് അതൊക്കെ ഇനീഷ്യൽ സ്റ്റേജിലേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അങ്ങനെയാണെങ്കിൽ പിന്നെ നിങ്ങൾ ചെക്ക് ചെയ്യുക. ഇപ്പോൾ ഒത്തിരി ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിൽ ഇങ്ങനെ കടകളൊക്കെ അവൈലബിൾ ആണോ, കടകളൊക്കെ ഉണ്ടോ, സാധനങ്ങളൊക്കെ കിട്ടാൻ അവൈലബിലിറ്റി ഉണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് കൊണ്ടുപോയാൽ മതി. കാരണം നമുക്ക് ലഗേജിന് ലിമിറ്റ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കൂടുതൽ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഡ്രസ്സിൽ കൂടുതൽ ഇപ്പോൾ ഞാൻ തണുപ്പായതുകൊണ്ട് കൊണ്ടുവന്ന ജീൻസൊക്കെ ആയിരുന്നു. പിന്നെ ജീൻസ് കൊണ്ടുവന്നു. പിന്നെ ഷർട്ട് ടൈപ്പ് ഡ്രസ്സുകൾ കൊണ്ടുവന്നു. പിന്നെ എന്താ പറയുക, ഡ്രസ്സിൽ പിന്നെ നമ്മൾ കുറച്ച് കാഷ്വൽ വെയറുകൾ, അതായത് പള്ളിയിലൊക്കെ ഇവിടെ എല്ലാവരും പള്ളിയിലൊക്കെ വരുമ്പോൾ ഇട്ടുകൊണ്ട് വരുന്നത് നോർമൽ നമ്മുടെ നാട്ടിൽ പള്ളി പോകുന്നവർ ചുരിദാറും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു, പക്ഷേ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നമുക്കത് ഇട്ടുകൊണ്ട് നല്ല തണുപ്പാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെല്ലാം അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെയാണ് ഇട്ടുകൊണ്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ചുരിദാർ, അങ്ങനെയുള്ള പള്ളിയിലൊക്കെ പോകുമ്പോൾ ഇടാനായിട്ട് അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഒരു 2 ജോഡിയൊക്കെ കൊണ്ടുവരാം. പിന്നെ എന്താ പറയുക, പിന്നെ ഫെസ്റ്റിവൽ അനുസരിച്ചുള്ള ഡ്രസ്സുകൾ, ഇപ്പോൾ ഓണം, വിഷു, പിന്നെ ക്രിസ്മസ് അങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യും. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെയുള്ള ഡ്രസ്സുകൾ നിങ്ങൾക്ക് കൊണ്ടുവരാം. ഓണത്തിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ, പിന്നെ ക്രിസ്മസിനൊക്കെ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ, അങ്ങനെയുള്ള ഡ്രസ്സുകളൊക്കെ. പിന്നെ അടുത്തത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റോക്കിനെറ്റ്സ് യൂസ് ചെയ്യുന്നവർ അത് മറക്കാതെ എടുത്തു വെക്കണം. ഞാൻ മറന്നുപോയ ഒന്നാണ് സ്റ്റോക്കിനെറ്റ്സ്. കാരണം നമ്മുടെ നഴ്സുമാർക്ക് മെയിനായിട്ട് വരുന്ന ഒരു പ്രശ്നമാണ് ഈ വേരിക്കോസ് വെയിൻ്റെ പ്രോബ്ലം. എനിക്കതുണ്ട്. കാരണം OT-യിൽ ഇങ്ങടെ നഴ്സിംഗ് പോയപ്പോൾ തൊട്ട് നമ്മൾ പഠിക്കുന്ന സമയം തൊട്ട് നിപ്പാണല്ലോ. പിന്നെ OT-യിൽ ഡ്യൂട്ടി ചെയ്യുമ്പോൾ OT-യിലും കൂടുതലും നമ്മൾ സ്റ്റാൻഡിങ് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നഴ്സുമാർക്ക് മെയിനായിട്ട് വരുന്നൊരു പ്രശ്നമാണ് വേരിക്കോസ് വെയിൻ്റെ പ്രശ്നം. അപ്പോൾ അതുള്ളവർ OT-യിലൊക്കെ ഡ്യൂട്ടിയൊക്കെ വരുന്നവർ മറക്കാതെ സ്റ്റോക്കിനെറ്റ്സ് എടുത്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഷൂവിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ. അപ്പം OT-യിലേക്ക് കിട്ടി വരുന്നവർ, ഇവിടെ നമ്മൾ OT-യുടെ അകത്ത് നമ്മൾ ചപ്പല്, നമുക്ക് പുറത്തിടുന്ന ചപ്പല് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ അകത്ത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ OT-യുടെ ഇൻസൈഡ് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ഷൂ ഉപയോഗിക്കാം. അതായത് കാല് മൊത്തം കവർ ചെയ്തിരിക്കുന്ന ചെരുപ്പുകൾ ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ക്രോക്സ് ടൈപ്പ് ചപ്പലുകൾ യൂസ് ചെയ്യുന്നവരുണ്ട്, പിന്നെ ഷൂ യൂസ് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പ്രലോങ്ങായിട്ട് നമ്മൾ സ്റ്റാൻഡ് ചെയ്യുന്നത് കൊണ്ട് സ്റ്റാൻഡിങ് പൊസിഷനിൽ നിൽക്കേണ്ട ഒരു ഇതാണല്ലോ OT-യിൽ നമ്മൾ പ്രൊസീജിയറിനൊക്കെ കയറി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം നമ്മുടെ കാലിനൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒത്തിരി ഹാർഡ് അല്ലാത്ത ടൈപ്പ് ഷൂ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക, അകത്തിടാൻ വേണ്ടിയിട്ട്. ഇവിടെ വന്നിട്ടാണെങ്കിലും അടിച്ചാൽ മതി. ഞാൻ നാട്ടിൽ നിന്നൊരു ബാറ്റയുടെ ഒരു ഷൂ കൊണ്ടുവന്നത്, അത്യാവശ്യം വലിയ ഹാർഡല്ല, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഷൂ ഇവിടെ വന്നിട്ടാണെങ്കിലും മേടിക്കുക, അല്ലെങ്കിൽ ഒരു ഷൂ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക OT-യിലൊക്കെ ജോലിക്ക് വരുന്നവർ. പിന്നെ പറയാനുള്ളത് സ്പെക്സ്, അതായത് സ്പെക്ടക്കിൾസ് യൂസ് ചെയ്യുന്നവർ വരുന്നതിന് മുമ്പ് റീസെൻ്റായിട്ട് ഐ ചെക്ക് ചെയ്യുക. കാരണം ഇവിടെ സ്പെക്സിനൊക്കെ ഒന്ന് ബ്രേക്ക് ആയാലോ കംപ്ലൈൻ്റ് ആയാലൊക്കെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലിയാണ്. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഐ ചെക്ക് ചെയ്തിട്ട് അതനുസരിച്ച് ഗ്ലാസ്സൊക്കെ മാറ്റി നമ്മുടെ എന്താ പറയണേ എക്സ്ട്രാ ഒരു പെയർ സ്പെക്സും കൂടി കൊണ്ടുവരുവാണെങ്കിൽ അത്രയും നല്ലത്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഷൂസൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മൾ അതിലവർ പ്രത്യേകം ചോദിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ എന്താ പറയുക, ഷൂസൊക്കെ മണ്ണുള്ള ഷൂകൾ, അങ്ങനെ ഉപയോഗിച്ച ഷൂ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കൊണ്ടുവരുന്നതെങ്കിൽ അത് നന്നായിട്ട് വാഷ് ചെയ്ത് പൊടികളൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് വേണം കൊണ്ടുവരാനായിട്ട്. അതവർ പ്രത്യേകം ഡിക്ലെയറേഷനിൽ ചോദിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഷൂസ് കൊണ്ടുവരുന്നുണ്ടോ എന്നുള്ള രീതിയിൽ ഡിക്ലറേഷനിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നല്ല ഷൂസ് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം, നല്ല രീതിയിൽ.
പിന്നെ മെഡിസിൻസ് കൊണ്ടുവരുമ്പോൾ മസ്റ്റായിട്ടും ഡോക്ടേഴ്സിൻ്റെ പ്രിസ്ക്രിപ്ഷൻ മേടിക്കണം. അതുപോലെ തന്നെ നമ്മൾ മെഡിസിൻ മേടിച്ചതിൻ്റെ ബില്ല് കയ്യിൽ കരുതാനായിട്ട് ശ്രദ്ധിക്കണം. മെയിനായിട്ട് കൊണ്ടുവരുന്നത് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇപ്പോൾ പനഡോള്, അതായത് സിട്രസിൻ, അതൊക്കെ നമുക്കിവിടെ ഈ കോൾസ് അങ്ങനെയുള്ള മാർക്കറ്റ്സ് ഉണ്ട്, അവിടെയൊക്കെ ആണെങ്കിൽ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മെയിനായിട്ട് ഇവിടെ നമുക്ക് കിട്ടില്ലാത്ത ആൻറ്റിബയോട്ടിക്സ്, പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ നമുക്ക് ആൻറ്റിബയോട്ടിക്കുകൾ കിട്ടില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വരുന്നവരാണെങ്കിലും അവരുടെ മെഡിസിൻസ് മെയിനായിട്ട് ആൻറ്റിബയോട്ടിക്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ സ്ഥിരമായിട്ട് കഴിക്കുന്ന മരുന്നുകൾ, തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് സ്ഥിരമായിട്ട് കഴിക്കുന്ന ടാബ്ലറ്റാണ് തൈറോയിഡിൻ്റെ ടാബ്ലറ്റ്. അപ്പോൾ അതൊക്കെ മറക്കാതെ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മെഡിസിൻസ് കൊണ്ടുവരാൻ ശ്രദ്ധിക്കുക. പിന്നെ ഇൻഹേലർ യൂസ് ചെയ്യുന്നവർ അത്, പിന്നെ എന്തെങ്കിലും അലർജിയുടെ മെഡിസിൻസ് കഴിക്കുന്നവരാണെങ്കിൽ അതെല്ലാം വിത്ത് പ്രിസ്ക്രിപ്ഷനിൽ കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ ഇനീഷ്യൽ സ്റ്റേജിൽ വരുമ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട സംഭവങ്ങൾ, ഒരു എന്താ പറയുക, പെയിന് പറ്റുന്ന എന്തെങ്കിലും ഡൈക്ലോഫെനാക്കിൻ്റെ ഓയിൻമെൻറ്റോ അല്ലെങ്കിൽ ഓയിൽ പോലത്തെ എന്തെങ്കിലും സംഭവങ്ങളോ, അല്ലെങ്കിൽ പിന്നെ തലവേദനയ്ക്കൊക്കെ പറ്റാൻ പറ്റിയ ബാമുകൾ, ഒരു പനിയുടെ പനഡോള്, പിന്നെ സിട്രസിന് അത്യാവശ്യം കപ്പ് സിറപ്പുകൾ, അങ്ങനെ ഇനീഷ്യലായിട്ട് നമുക്ക് വേണ്ട വോമിറ്റിങ്സിൻ്റെ എന്തെങ്കിലും മെഡിസിൻസ്, അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജിൽ നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ പറ്റിയ കുറച്ച് മെഡിസിൻസ് നമ്മൾ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. അതിന് പ്രത്യേകം അത് ഡിക്ലെയർ ചെയ്യണം എന്നുള്ളത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. വിത്ത് പ്രിസ്ക്രിപ്ഷനും വേണം, ബില്ലും വേണം. അതും പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാ മെഡിസിൻസും കുട്ടികളുടെ ഡോക്ടറെ കണ്ട് മേടിക്കുക, പ്രിസ്ക്രിപ്ഷൻ വേണം, ബില്ലും വെക്കണം, ഡിക്ലെയർ ചെയ്യണം. മെഡിസിൻ ഐറ്റംസിൽ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് വൈറ്റമിൻ ഡിയുടെ ടാബ്ലറ്റ് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം ഇവിടെ നമ്മൾക്ക് എന്താ പറയുക, സൺലൈറ്റ് എക്സ്പോഷറും അതെല്ലാം നമുക്ക് കിട്ടുന്നത് വളരെ കുറവ്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ ഒത്തിരി ഇത് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ വൈറ്റമിൻ ഡി ടാബ്ലറ്റ് എടുക്കുന്നത് നല്ലതായിരിക്കും. സോ അതും കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. വിത്ത് പ്രിസ്ക്രിപ്ഷനിൽ കൊണ്ടുവരണം. പിന്നെ കൊണ്ടുവരേണ്ടതാണ് എന്താ പറയുക, ബ്ലാങ്കറ്റ്, പില്ലോ കവർ, ബെഡ്ഷീറ്റ്. ബ്ലാങ്കറ്റ് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് ഹോസ്പിറ്റൽ അക്കോമഡേഷൻ ആണെങ്കിൽ, ഇപ്പം വരുമ്പോൾ ഹോസ്പിറ്റൽ അക്കോമഡേഷൻ കിട്ടുന്നതിൽ എല്ലാ അക്കോമഡേഷനിലും തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ഇവിടെ ബ്ലാങ്കറ്റും അത്യാവശ്യം ബെഡ്ഷീറ്റും എല്ലാം വെച്ച് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ എനിക്ക് മുമ്പ് വന്നവരോട്, ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഗ്രൂപ്പ് വഴിയൊക്കെ കോൺടാക്ട് ചെയ്ത് മുമ്പ് വരുന്നവരുമായിട്ട് കണക്ഷൻ കിട്ടുവാണെങ്കിൽ നിങ്ങൾ അവരോടൊന്ന് കൺഫേം ചെയ്യുക അവിടെ ബ്ലാങ്കറ്റ് കാണുമെന്ന്. അപ്പോൾ വെയിറ്റിനനുസരിച്ച് ഇപ്പം കനം കുറഞ്ഞ് അത്യാവശ്യം ചെറിയൊരു ബ്ലാങ്കറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരുവാണെങ്കിൽ ഇനീഷ്യലി ഇപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും നമുക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. പിന്നെ നമ്മൾ നാട്ടിൽ മേടിക്കുന്ന അതേ പൈസയിൽ തന്നെ ഇവിടെ ബ്ലാങ്കറ്റ് കിട്ടും. പിന്നെയാണെങ്കിൽ ഇവിടെ നിന്ന് മേടിച്ചാൽ മതി. എനിക്ക് തോന്നുന്നു മിക്ക ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന അക്കോമഡേഷനിലും ബ്ലാങ്കറ്റ് കാണും. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബെഡ്ഷീറ്റും പില്ലോ കവറുകളും കൊണ്ടുവരാം. കാരണം അത് വന്നിട്ട് പിന്നെയാണെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റും. മേക്കപ്പ് ഐറ്റംസ് എന്നൊന്നും പറയാൻ പറ്റില്ല. ഞാൻ പറയുന്നത് എന്താ പറയുക, മോയ്സ്ചറൈസർ ക്രീം, ബോഡി ലോഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇവിടെ തണുപ്പത്ത് നമ്മൾ വന്നു കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ അതായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം പെട്ടെന്ന് ഡ്രൈ ആകും, നമുക്ക് ചൊറിച്ചിൽ, ഇച്ചിങ് പോലെയൊക്കെ തോന്നും പെട്ടെന്ന് സ്കിൻ ഡ്രൈ ആയി കഴിയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് സ്കിൻ ഡ്രൈ ആവാതിരിക്കാനായിട്ട് നമുക്ക് അന്നേരം അപ്ലൈ ചെയ്യാനായിട്ടൊരു നല്ല ബോഡി ലോഷൻ, പിന്നെ എനിക്ക് തോന്നുന്നു ഒത്തിരി തിക്കല്ലാത്ത ടൈപ്പ്, അത്യാവശ്യം ഓയിലി ടൈപ്പായിട്ടുള്ള കൂട്ട് ലോഷനായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ ബോഡി ലോഷൻ, മോയ്സ്ചറൈസർ ക്രീം, പിന്നെ മെയിനായിട്ട് വേണ്ട സാധനമാണ് സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ SPF 50+ ഉള്ള സൺസ്ക്രീനാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സൺലൈറ്റിന് UV റേഡിയേഷൻ കൂടുതലാണ്. സോ അത് സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ സോ അതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലിപ് ബാം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഈ തണുപ്പത്ത് നമ്മുടെ ചുണ്ട് ലിപ്പ് ക്രാക്കൊക്കെ ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ആദ്യമൊക്കെ. അപ്പോൾ അതുകൊണ്ട് ലിപ് ബാം കൊണ്ടുവരുന്നത് ഇത്തിരി, എനിക്ക് തോന്നുന്നു നാട്ടിലേക്കാൾ ഒത്തിരി കോസ്റ്റ്ലിയാണ് ഇവിടെ ലിപ് ബാം. ഞാൻ ഇവിടെ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒത്തിരി വെയിറ്റ് ഒന്നുമില്ലല്ലോ, 1-2 കൊണ്ടുവന്നാലും കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ യൂസ് ചെയ്യുന്ന മേക്കപ്പ് ക്രീമുകൾ, ഐലൈനർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാം. പെർഫ്യൂംസ് ഒത്തിരി ഒത്തിരി സ്ട്രോങ് അല്ലാത്ത ലൈറ്റ് സ്മെല്ലുള്ള, അത്യാവശ്യം നല്ല ലൈറ്റ് സ്മെല്ലുള്ള പെർഫ്യൂംസ് നിങ്ങൾക്ക് കൊണ്ടുവരാം. പിന്നെ ഡിയോഡ്രൻറ്റ് റോൾസ്, അത് നല്ലതാണ്. നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഒത്തിരി പെർഫ്യൂമൊക്കെ അടിച്ച് ഡിയോഡ്രൻ്റൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു വേർപ്പ് വേണമൊന്നുമില്ല, നമ്മൾ ഇത്തിരി പ്ലസൻ്റായിട്ട് നമുക്ക് പോകാൻ പറ്റും. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കത് നല്ലൊരു ഇതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം അത് കൊണ്ടുവരുന്നത് നല്ലതാണ്. ഇവിടെ വന്നിട്ടാണെങ്കിലും മേടിച്ചാൽ മതി, ഇവിടെ അവൈലബിൾ ആണ്.
സ്റ്റോഴ്സ് അങ്ങനെയുള്ള മാർക്കറ്റ്സിലൊക്കെ കിട്ടും. ഇവിടെ വന്നിട്ടാണെങ്കിലും മേടിക്കാം. പിന്നെ ഇനീഷ്യലി നമുക്ക് വന്ന സമയത്ത് ഇങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ അതൊരു നല്ലതായിരിക്കും. പിന്നെ വന്നിട്ട് ഒത്തിരി വലുതല്ലാത്ത ഇത് കൊണ്ടുവന്നിട്ട് പിന്നെയാണെങ്കിലും വാങ്ങിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഷാമ്പൂ, കണ്ടീഷണർ, പിന്നെ നമ്മുടെ എന്താ പറയുക കോമ്പ്, പിന്നെ ലിക്വിഡ് സോപ്പ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു. ഷാമ്പൂ ഒക്കെ ആണെങ്കിലും ചെറിയത് കൊണ്ടുവന്നേച്ചാൽ മതി. ചെറുത് കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നെ ഇവിടെ നിന്ന് മേടിക്കാൻ പറ്റും. നമുക്ക് വന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് യൂസ് ചെയ്യാനുള്ള ഒന്ന് ചെറിയ ഇത് കൊണ്ടുവരിക. പിന്നെയാണെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാവുന്നത് തന്നെ ഉള്ളൂ. ഗേൾസ് കൊണ്ടുവരേണ്ടത് സാനിറ്ററി പാഡ്സ്, മെൻസ്ട്രൽ കപ്പ്. സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്നവർ അത് കൊണ്ടുവരിക, മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്നവർ അത് കൊണ്ടുവരിക. പിന്നെ മുടി ഡ്യൂട്ടിക്ക് പോകുമ്പം OT-യിലൊക്കെ നമുക്ക് മുടി പുട്ടപ്പ് ചെയ്തിട്ട് ക്യാപ്പ് വയ്ക്കുകയാണ് ചെയ്യുന്നത് തലയിൽ. അപ്പം പുട്ടപ്പ് ചെയ്ത് വെക്കാനായിട്ടുള്ളൊരു ക്ലിപ്പ് പോലത്തെ സംഭവങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരികയാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഡിറ്റർജൻസ് ലിക്വിഡ് സോപ്പാണ്. നമ്മളിവിടെ മെഷീനിലാണ് വാഷ് ചെയ്യുന്നത്. അപ്പോൾ ലിക്വിഡ് സോപ്പാണ്. അതുപോലെ തന്നെ അതൊക്കെ നമുക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നതുള്ളൂ. ഒന്നാമത്തെ നല്ല വെയിറ്റ് ആണ്. നമുക്ക് കൊണ്ടുവരുന്ന വെയിറ്റിന് ലിമിറ്റ് ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇവിടെ വന്നിട്ട് വാങ്ങിക്കുന്നതായിരിക്കും. നമുക്ക് കൊണ്ടുവരാവുന്നത് ഓൾ സ്പൈസസ്, അതായത് നമുക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ ചുക്കുപൊടി, നമ്മുടെ കുരുമുളക് പൊടി, ഏലക്കപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ബീഫ് മസാല, അങ്ങനെ എല്ലാ പൊടികളും നമുക്ക് കൊണ്ടുവരാം. പക്ഷേ അതിലെല്ലാം പ്രോപ്പർ ലേബലിംഗ് ഉണ്ടായിരിക്കണം, എക്സ്പയറി ഡേറ്റും ഉണ്ടായിരിക്കണം. ഇപ്പോൾ ഞാൻ പോന്നപ്പോൾ ഞാൻ ഒരു മില്ലിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ അതിൽ ഒരു പ്രോപ്പറായിട്ട് അവരുടെ എന്താണതെന്നുള്ളതിൻ്റെ പേരും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ലേബലായിരിക്കണം. പിന്നെ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ, എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കവറിലായിരിക്കണം അത്. പ്രോപ്പറായിട്ട് സീൽ ചെയ്യണം. ഇപ്പം നമ്മൾ വീട്ടിൽ പൊടിച്ചതാണെങ്കിലും എന്താണതെന്നുള്ളത് എഴുതി പ്രോപ്പറായിട്ട് ലേബൽ ചെയ്ത് ഒരു നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ തൊട്ടുള്ള മുമ്പോട്ടൊരു 3 months ഇട്ടിട്ട് ഒരു എക്സ്പയറി ഡേറ്റ് എഴുതുക. അപ്പോൾ 3 months വെച്ച് എക്സ്പയറി ഡേറ്റ് എഴുതണം. എന്താണെന്നുള്ളതും പ്രോപ്പറായിട്ട് ലേബൽ ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഡിക്ലറേഷനും കൊടുക്കണം. ഇന്ന പൊടികളുണ്ടെന്നുള്ളത് നമ്മൾ ഡിക്ലറേഷനും കൊടുക്കണം. അതുപോലെ തന്നെ സ്നാക്ക് ഐറ്റംസ്, നമുക്ക് കാ വറുത്തത്, ചക്ക വറുത്തത്, അങ്ങനെയുള്ള സ്നാക്ക് ഐറ്റംസ് നമുക്ക് കൊണ്ടുവരാം. അതും ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കണമെങ്കിൽ എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കവറിൽ നന്നായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ എന്താ പറയുക പ്രോപ്പറായിട്ട് അത് ചെയ്തിട്ട് പ്രോപ്പർ സീലിംഗ് ചെയ്യണം. അതുപോലെ തന്നെ അതെന്താണെന്ന് ലേബൽ ചെയ്ത് അതിൻ്റെ എക്സ്പയറി ഡേറ്റും കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ ലഗേജ് ഡിക്ലറേഷൻ ഫോമിൽ അത് കറക്റ്റായിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യണം. എന്താ പറയണേ, അവർ പറയുന്നുണ്ട് കേട്ടോ, മീറ്റ് ഐറ്റംസ് ഉണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. മീറ്റ് ഐറ്റംസ് എനിക്ക് ഉണക്കിയ ഇറച്ചി, ഉണക്കമീനൊക്കെ കൊണ്ടുവരാതിരിക്കുന്നതാണ് നല്ലത്. കാരണം അത് മീറ്റ് ഐറ്റംസ് ഒന്നും അലൗഡ് അല്ലെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ കൊണ്ടുവരുന്നവരുണ്ടെന്നും തോന്നുന്നു. പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് കറക്റ്റായിട്ടൊരു ഇതില്ല. വെറുതെ ഫസ്റ്റ് ടൈം വരുമ്പോൾ നമ്മൾ റിസ്ക് എടുക്കേണ്ട കാര്യമില്ലല്ലോ. പക്ഷെ ഞാൻ ന്യൂസിലൻഡിലൊക്കെ പോയപ്പോൾ എനിക്ക് തോന്നുന്നു ന്യൂസിലൻഡും ഓസ്ട്രേലിയയും സെയിം ഒരു റൂൾസ് ഒക്കെ തന്നെയാണെന്ന് തോന്നുന്നു. ഞാൻ ഫിഷ് പിക്കിൾ കൊണ്ടുപോയായിരുന്നു. അപ്പോൾ ഫിഷ് പിക്കിൾ കൊണ്ടുവരുന്നവരുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ അത് നമ്മൾ എന്താന്ന് പറഞ്ഞാൽ ഇതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ലേബലിംഗ് ഉണ്ടായിരിക്കണം, എക്സ്പയറി ഡേറ്റ് ഉണ്ടായിരിക്കണം, ഡിക്ലറേഷനിൽ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഈവൻ കസ്റ്റംസ് ഓഫീസേഴ്സ് നമ്മളോട് ചോദിച്ചാൽ നമ്മളത് കാണിച്ചു കൊടുക്കുക. നമ്മൾ ഓൾറെഡി ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ ഇന്ന ഫിഷ് പിക്കിളാന്ന് പറയുക, എടുത്ത് കാണിക്കുക. പിന്നെ ഇതെല്ലാം ഒറ്റ പെട്ടിയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു ബോക്സ് ഒരു ട്രോള് തുറന്ന് നമുക്ക് ഇതെല്ലാം കാണിക്കാനായിട്ട് ലഞ്ച് ബോക്സ് നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം നമുക്ക് ഫുഡൊക്കെ കൊണ്ടുപോകാൻ, ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ കൊണ്ടുപോകാനായിട്ടൊരു ലഞ്ച് ബോക്സ്, അത് ഓവനിൽ വെക്കാൻ പറ്റിയ കൂട്ടൊരു ബോക്സ് കൊണ്ടുവരിക. കാരണം നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അന്നൊന്നല്ലല്ലോ നമ്മൾ ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ ചെയ്യുന്നത്. ഫ്രിഡ്ജിൽ ഉണ്ടാക്കി വെച്ചിട്ടത് എടുത്തിട്ട് പോകുമായിരിക്കും. അപ്പോൾ അത് ഓവനിൽ വെച്ച് ചൂടാക്കിയാണ് കഴിക്കുന്നത്. അപ്പോൾ ഓവനിൽ വെക്കാൻ പറ്റിയ കൂട്ട് ലഞ്ച് ബോക്സ് കൊണ്ടുവരിക. പിന്നെ ഒരു ഫ്ലാസ്ക്, അത് ഈ തെർമൽ ടൈപ്പ് ഫ്ലാസ്കുകളൊക്കെ നമുക്കിപ്പോൾ വാങ്ങിക്കാൻ കിട്ടുമല്ലോ. അങ്ങനത്തെ ഒരു ബോട്ടിൽ, വാട്ടർ ബോട്ടിൽ കൂട്ടുള്ളത് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട് ഒരെണ്ണം മേടിക്കുക. പിന്നെ ഒരു ഫ്ലാസ്ക് കൊണ്ടുവരുന്നത് നല്ലതാണ്. കാരണം തണുത്ത ക്ലൈമറ്റിലൊക്കെ നമുക്കൊരു തൊണ്ടവേദന കാര്യങ്ങളൊക്കെ വന്നാൽ ഇത്തിരി ചൂടുവെള്ളം ഉണ്ടാക്കി വെച്ച് കുടിക്കുവാനും, പിന്നെ അതൊരു ഇത്തിരി കാപ്പിയൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചത് ഇടയ്ക്ക് കുടിക്കുകയൊക്കെ ചെയ്യാൻ നല്ലതാണ്. അപ്പോൾ ഒരു ഫ്ലാസ്ക് കൊണ്ടുവരുന്നതും നല്ലതാണ്. ചെറിയൊരു ഫ്ലാസ്കും കയ്യിൽ വിട്ടുപോയൊരു കാര്യം, നമുക്ക് ഡ്യൂട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റിയൊരു ചെറിയ ബാഗ്, അതിവിടെ വന്നിട്ടാണെങ്കിലും മേടിച്ചാൽ മതിയിട്ട്. ഇവിടെ കെമാർട്ട് എന്ന് പറഞ്ഞ ഷോപ്പൊക്കെ ഉണ്ട്. അത്യാവശ്യം ഒത്തിരി
കോസ്റ്റ് കുറവാണ് അവിടെ. അപ്പോൾ ചെറിയൊരു ബാഗ് ഇവിടെ നാട്ടിലുള്ളവർ അത് കൊണ്ടുവരിക, അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടാണെങ്കിലും മേടിച്ചാൽ മതി, ഡ്യൂട്ടിക്കൊക്കെ പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. പിന്നെ ഇവിടെ എല്ലാവരും ലഞ്ച്, അതായത് നമ്മുടെ ഫുഡൊക്കെ കൊണ്ടുപോകുന്ന ലഞ്ച് ബോക്സിലാണ് ഇവിടെ എല്ലാവരും ഫുഡ് കൊണ്ടുവരുന്നത്. അപ്പം ചെറിയൊരു ലഞ്ച് ബോക്സ് മേടിക്കണമെങ്കിൽ അതിൽ വെച്ചിട്ട് നമുക്ക് ഇത് കൊണ്ടുപോകാം. പിന്നെ അതുപോലെ തന്നെ ചെറിയൊരു പോക്കറ്റ് ഡയറി, നമുക്ക് എന്തെങ്കിലും ആദ്യ ഇനീഷ്യൽ സ്റ്റേജിലൊക്കെ നമുക്ക് ഒരു പുതിയ ജോലി സ്ഥലമാണ്, അപ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ചെറിയൊരു പോക്കറ്റ് ഡയറി ഉള്ളത് നല്ലതാണ്. പിന്നെ ബ്ലാക്ക് പെന്നാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ബ്ലാക്ക് പെൻ 1-2 ഒക്കെ കൊണ്ടുവന്നിട്ട് നമുക്ക് പിന്നെ അവിടെ നിന്ന് മേടിക്കാം. അപ്പോൾ ആദ്യമൊക്കെ ആയിട്ട് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ടൊരു 1-2 പേന കൂടി കൊണ്ടുവരുന്നത് നമുക്ക് എല്ലാ റിലീജിയസ് ബുക്കുകളും കൊണ്ടുവരാട്ടോ. ബൈബിള്, ഖുറാൻ, രാമായണം, അങ്ങനെ എന്ത് ബുക്ക് വേണമെങ്കിലും കൊണ്ടുവരാം. പിന്നെ അതുപോലെ തന്നെ ഫോട്ടോസ് കൊണ്ടുവരണം. പിന്നെ ഫോട്ടോസിൽ ഇവർ വുഡ് എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടോയെന്ന് ഡിക്ലറേഷൻ ഫോമിൽ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോയുടെയൊക്കെ അറ്റത്ത് ഇങ്ങനെ വുഡിൻ്റെ ഇതുള്ളതാണെങ്കിൽ അത് മെൻഷൻ ചെയ്യണമെന്ന് ഞാനിങ്ങനെ ഓരോ ഗ്രൂപ്പുകളിലൊക്കെ സെർച്ച് ചെയ്തപ്പോൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് അങ്ങ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ട് അവർ ചോദിക്കുമ്പോൾ ഇങ്ങനെ ഫോട്ടോയുടെ ഇതിലുണ്ടെന്ന് പറയുമ്പോൾ അത് കുഴപ്പമില്ലല്ലോ, നമ്മൾ എന്തായാലും ഡിക്ലെയർ ചെയ്തിട്ടുണ്ടല്ലോ, അപ്പോൾ അത് ഡിക്ലെയർ ചെയ്തേക്കുക. ചില ഫോട്ടോയുടെയൊക്കെ ഇങ്ങനെ ഫ്രെയിം വുഡ് വരുന്നുണ്ടല്ലോ അത്. പിന്നെ കത്തി നമുക്ക് കൊണ്ടുവരാം കേട്ടോ. അത് നമ്മൾ ഡിക്ലറേഷൻ കൊടുക്കുമ്പോൾ കിച്ചൺ നൈഫ് എന്ന് മെൻഷൻ ചെയ്യണം, കിച്ചൺ നൈഫാന്ന് പറയണം. അത് കത്തി. പാത്രങ്ങൾ എന്ന് പറയുന്നത് ഞാൻ കൊണ്ടുവന്നത് ഒരു കുക്കർ കൊണ്ടുവന്നു, അത്യാവശ്യം ഒരു 5 ലിറ്ററിൻ്റെ കുക്കർ കൊണ്ടുവന്നു. പിന്നെ ഒരു ചെറിയ കപ്പ് കൊണ്ടുവന്നു, സ്റ്റീൽ കപ്പ് കൊണ്ടുവന്നായിരുന്നു. പിന്നെ നമ്മുടെ ചിരട്ട പുട്ടൊക്കെ ഉണ്ടാക്കുന്നതുണ്ടല്ലോ അത് കൊണ്ടുവന്നു, കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടാക്കുന്നത് അത് കൊണ്ടുവന്നായിരുന്നു. പിന്നെ വേറെ പാത്രങ്ങളൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ, പാത്രങ്ങളായിട്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ എനിക്ക് ഓൾറെഡി എല്ലാവരും പറഞ്ഞു നമ്മുടെ നാട്ടിലെ സെയിം വില തന്നെയാണ് ഇവിടെയും വരുന്നത് പാത്രങ്ങൾക്ക്. ഇവിടെ എല്ലാ പാത്രങ്ങളും, അതായത് ഞാൻ വരുന്ന സ്ഥലത്ത് ഞാൻ ജസ്റ്റ് ഗ്രൂപ്പുകളിൽ കൂടി ഇങ്ങനെ കോൺടാക്ട് ചെയ്തപ്പം നമുക്കറിയാവുന്നവരുമായിട്ട് കോൺടാക്ട് കിട്ടിയപ്പോൾ അവർ പറഞ്ഞു ഇവിടെ എല്ലാ പാത്രങ്ങളും അവൈലബിൾ ആയിട്ട് കിട്ടും നമുക്ക് ഷോപ്പിൽ, നാട്ടിൽ അതേ പൈസ ആവത്തുള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് കിട്ടുന്ന മിക്കവാറും ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്ന അക്കോമഡേഷനിൽ അവർ അത്യാവശ്യം വേണ്ട പാത്രങ്ങളും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടാകും. അപ്പോൾ അതുകൂടി ഒന്ന് മുൻപേ വന്നവരോട് അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കോണ്ടാക്ട് കിട്ടുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾ പാത്രങ്ങൾ കൊണ്ടുവന്നാൽ മതി. അത്യാവശ്യം വേണ്ട ഒരു, അല്ലെങ്കിൽ നമുക്കൊരു ഇൻഫർമേഷനും കിട്ടിയില്ലെങ്കിൽ അത്യാവശ്യം ഒരു കുക്കർ, പിന്നെ ഒരു ചെറിയ ചായയൊക്കെ തിളപ്പിക്കാൻ പറ്റും. ചായ തിളപ്പിക്കേണ്ട പാത്രം ഇല്ലെങ്കിലും കുഴപ്പമില്ല, കാരണം ഞങ്ങളൊക്കെ ഇവിടെ പാസ്ചറൈസ്ഡ് മിൽക്ക് കപ്പ് ജസ്റ്റ് ഓവനിൽ വെച്ച് ചൂടാക്കിയിട്ട് വെള്ളം കെറ്റിലിൽ വെച്ച് ചൂടാക്കി മിക്സ് ചെയ്താണ് യൂസ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഒരു ചെറിയ പാൻ, അതായത് നമുക്കിപ്പോൾ എന്താ പറയുക ഫ്രോസൺ ചപ്പാത്തിയൊക്കെ അങ്ങനെയുള്ളതാണ് കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചൂടാക്കാനായിട്ടൊരു പാന്. അതിപ്പോൾ ഈ മൾട്ടി പർപ്പസ് പാത്രങ്ങൾ കിട്ടുമല്ലോ, നമുക്ക് കടായി ആയിട്ടും യൂസ് ചെയ്യാം, പാനായിട്ടും യൂസ് ചെയ്യാം. ഞാൻ അങ്ങനത്തെ പാത്രങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ന്യൂസിലൻഡിൽ പോയപ്പോൾ. അപ്പോൾ അങ്ങനെയുള്ള പാത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിപ്പോൾ നിങ്ങളൊന്ന് കൺഫേം ചെയ്തിട്ട് ഇവരിപ്പം അക്കോമഡേഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ എന്ന് കൺഫേം ചെയ്തിട്ട് കൊണ്ടുവന്നാൽ മതി. കാരണം അത്രയും വെയിറ്റ് നമുക്ക് ലാഭിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ വന്നിട്ട് മേടിച്ചാൽ മതി. കാരണം നാട്ടിലെ കോസ്റ്റ് പ്രൈസുമായിട്ട് വലിയ വ്യത്യാസം കാര്യങ്ങളൊന്നും വരുന്നില്ല. നാട്ടിലെ മിക്സിയാണ് നല്ലതെന്ന് ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്. മിക്സി കൊണ്ടുവരുന്നവർക്ക് മിക്സി കൊണ്ടുവരാം. പക്ഷെ എനിക്ക് അത്രയും വെയിറ്റ് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൊണ്ടുവന്നില്ല. പിന്നെ ഫാമിലി വരുമ്പോൾ ഫാമിലിയോട് കൊണ്ടുവരാൻ പറയാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. മിക്സി കൊണ്ടുവരുന്നവർക്ക് മിക്സിയും കൊണ്ടുവരാം നാട്ടിൽ നിന്ന്. പിന്നെ അത്യാവശ്യം ഫുഡ് ഐറ്റംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനീഷ്യലി നമുക്കൊന്ന് മാനേജ് ചെയ്ത് പോകാൻ പറ്റും. കുറച്ച് സ്നാക്സുകൾ എന്തെങ്കിലും കൊണ്ടുവരിക നാട്ടിൽ നിന്ന്. പിന്നെ നൂഡിൽസ്, ഞാൻ കുറച്ച് നൂഡിൽസ് കൊണ്ടുവന്നായിരുന്നു. പിന്നെ കുറച്ച് അവലോസ് കൂടി കൊണ്ടുവന്നായിരുന്നു. 2-3 പാക്കറ്റ് ബിസ്ക്കറ്റ്, ചിപ്സ്, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കുറച്ച് കൊണ്ടുവന്നായിരുന്നു. കാരണം നമുക്ക് ഇവിടെ എങ്ങനെയാണ് എന്താ നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും ഉണ്ടാക്കാനായിട്ട് അങ്ങനെ കൊണ്ടുവന്നായിരുന്നു. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും നൂഡിൽസ്, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക്. അതുപോലെ തന്നെ ഒരു സാധനം ഞാൻ മറന്നുപോയി, സ്റ്റീമർ ഒത്തിരി ഹെൽപ്ഫുള്ളാട്ടോ. കാരണം ഈ തണുത്ത ക്ലൈമറ്റിൽ നമുക്കൊരു ജലദോഷമോ അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകൾ, നീർക്കെട്ടിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ നമുക്കൊന്ന് ആവി പിടിച്ച് കഴിയുമ്പോൾ നല്ല ആശ്വാസമായിരിക്കുമല്ലോ. അപ്പോൾ ഒരു സ്റ്റീമർ കൊണ്ടുവരുന്നത് നല്ലതായിരിക്കും. കാരണം പെട്ടെന്ന് നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും സിക്കാവാനുള്ള ചാൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ നന്നായിട്ട് സ്റ്റീമൊക്കെ എടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഇപ്പോൾ ഒരു സ്റ്റീമർ കയ്യിൽ കരുതുന്നതും നല്ലതായിരിക്കും. പിന്നെ എല്ലാം ഞാൻ പറഞ്ഞതുപോലെ എല്ലാ ഐറ്റംസ് ഒരുവിധം എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾ
നിങ്ങൾ ഇതെല്ലാം ഡിക്ലെയർ ചെയ്യുക. ഫുഡ് ഐറ്റംസ്, ഇങ്ങനെയുള്ള വുഡ് ഐറ്റംസ്, കത്തി, അങ്ങനെയുള്ള സംഭവങ്ങളുള്ളതെല്ലാം ഡിക്ലെയർ ചെയ്യേണ്ടതെല്ലാം നമ്മൾ ഡിക്ലെയർ ചെയ്യണം. ഡിക്ലറേഷൻ കൊടുക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഫ്ലൈറ്റിലൊക്കെ നമുക്ക് ഫ്രൂട്ട്സോ അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർ പ്രത്യേകം അതിൽ ചോദിക്കുന്നുണ്ട്, വെജിറ്റബിൾസ് ഉണ്ടോ, ഫ്രൂട്ട്സ് ഉണ്ടോ, ഏതെങ്കിലും സീഡ് ഐറ്റംസ് ഉണ്ടോ. സീഡ് ഐറ്റം, അതായത് മണ്ണിൽ വീഴുന്ന മുളയ്ക്കുന്ന സംഭവങ്ങളുണ്ടല്ലോ, സീഡ് ഐറ്റംസ്, അതൊന്നും ഇങ്ങോട്ട് അലൗഡ് അല്ലെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഫ്രൂട്ട്സ് ഉണ്ടോ, വെജിറ്റബിൾ ഉണ്ടോ, അത് ഡിക്ലെയർ ചെയ്യാനായിട്ട് പ്രത്യേകം ഡിക്ലറേഷൻ ഫോമിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഈ ഫ്ലൈറ്റിൽ നിന്ന് എന്തെങ്കിലും ഫ്രൂട്ട്സോ എന്തെങ്കിലും കിട്ടും, അബദ്ധത്തിൽ പോലും നിങ്ങളത് എന്താ പറയുക, അങ്ങനെ പറ്റിയിട്ടുള്ളവരൊന്നും ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതേ പറഞ്ഞു, നിങ്ങൾ ലഗേജിൽ അത് വെക്കരുത്. അപ്പം എങ്ങാനും ഈവൻ നമ്മളത് മറന്നുപോയി ഇപ്പോൾ എടുത്ത് കളയാനായിട്ട്. അപ്പോൾ അത് നമ്മൾ ഡിക്ലറേഷൻ അവിടെ ചെല്ലുമ്പോഴാണ് കാണണമെങ്കിൽ അതിന് നമുക്ക് ഫൈൻ കിട്ടും, നമ്മളത് ഡിക്ലെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഹാൻഡ് ക്യാരിയിൽ 100 ml കൂടുതലുള്ള നമ്മുടെ ഫേസ് വാഷ്, എന്താ പറയുക, ലോഷൻ, മോയ്സ്ചറൈസർ ക്രീം, അതൊന്നും അവർ അലോ ചെയ്യില്ല കേട്ടോ. 100 ml വരെയാണ് അത് അലോ ചെയ്യത്തുള്ളൂ. എനിക്കത് പറ്റിയിട്ടുണ്ട്. കാരണം ഞാനൊരു വലിയൊരു മോയ്സ്ചറൈസർ ക്രീം ഇത് അറിയില്ലാതെ വെച്ചുകൊണ്ട് വന്നിട്ട് അത് അവർ എടുത്ത് കളയും. കാരണം 100 ml പോലുള്ള പെർഫ്യൂം ആണെങ്കിലും മോയ്സ്ചറൈസർ ക്രീം ആണെങ്കിലും ബോഡിയിൽ ഫേസ് വാഷ് ആണെങ്കിലും എന്താണെങ്കിലും അവരത് അലോ ചെയ്യത്തില്ല. അപ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഹാൻഡ് ക്യാരിയിൽ അത് ഡിക്ലറേഷൻ ഫോമിൽ നമ്മൾ ചോദിക്കുന്നത് കോമൺ ആയിട്ട് നമ്മുടെ പേര്, നമ്മുടെ എന്താ പറയുക, നമ്മുടെ പേര്, നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സ് ചോദിക്കും. അപ്പോൾ നമുക്ക് മിക്കവാറും ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കൊരു അക്കോമഡേഷൻ്റെ അഡ്രസ്സ് തന്നിട്ടുണ്ടായിരിക്കില്ലേ, ആ അഡ്രസ്സ് വയ്ക്കാം. അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റൽ അഡ്രസ്സ് വെക്കുക. ഓസ്ട്രേലിയയിലെ അഡ്രസ്സ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വെക്കുക. മിക്കവാറും എല്ലാവർക്കും തന്നെ അക്കോമഡേഷൻ അഡ്രസ്സ് കിട്ടാറുണ്ട്. അപ്പോൾ ആ അക്കോമഡേഷൻ അഡ്രസ്സ് വെക്കുക. പിന്നെ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെയാണ് ആദ്യം കൊടുക്കുന്നത്. പിന്നെ ഡിക്ലറേഷൻ ചെയ്യുക എന്തൊക്കെ സംഭവങ്ങളുണ്ടെന്ന്, അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ ഈ വെളിച്ചെണ്ണ അങ്ങനെയുള്ള ലിക്വിഡ് ഐറ്റംസ് ഒക്കെ കൊണ്ടുവരുന്നവർ നന്നായിട്ട് എന്താ പറയുക, നന്നായിട്ട് പ്രോപ്പറായിട്ട് സീൽ ചെയ്യുക. ഇപ്പം എനിക്ക് തോന്നുന്നു പിക്കിളൊക്കെ മാക്സിമം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്നതും എവിടെയെങ്കിലും കൊടുത്ത് സീൽ ചെയ്യിപ്പിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. കാരണം ലീക്ക് ആവാനുള്ള ചാൻസ് ഭയങ്കര. അത് ഇപ്പം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുന്ന പിക്കിൾസ് അങ്ങനെ എനിക്ക് തോന്നുന്നു നന്നായിട്ട് സീൽ ചെയ്ത് വരുന്നതുകൊണ്ട് അത് ലീക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവില്ല. പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ചിലപ്പോൾ ലീക്കൊക്കെ അവരത് പിന്നെ അത് ഇഷ്യൂസ് എടുത്ത് കളയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് മാക്സിമം എല്ലാം ഇവിടെ അവൈലബിൾ ആണ്, ഇവിടെ എല്ലാം കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് കൊണ്ടുവരാണെങ്കിൽ തന്നെ ഒന്ന് പുറത്തുനിന്ന് മേടിക്കുന്നതായിരിക്കും പിന്നെയും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, നന്നായിട്ട് സീൽ ചെയ്തത്. അപ്പോൾ ഫുഡ് ഐറ്റംസ് എല്ലാം ലേബൽ ചെയ്യണം, എക്സ്പയറി ഡേറ്റ് വേണം, പ്രോപ്പർലി അത് സീൽ ചെയ്യണം. ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. TFN, നമ്മുടെ ബാങ്ക് അക്കൗണ്ട്, അതെല്ലാം ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.